അറബ് സംസ്കാര വൈവിധ്യത്തിന്റെ പ്രദർശനവുമായി റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ്, അബുദാബി സാംസ്കാരിക വകുപ്പ്, കേരള ലളിതകല അക്കാദമി എന്നിവയുമായി സഹകരിച്ച് എറണാകുളം ദർബാർ ഹാളിൽ നടത്തുന്ന പ്രദർശനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വ്യവസായി എം എ യൂസഫ് അലിയും പങ്കെടുത്തു. ലോകോത്തര കലാകാരന്മാരുടെ കലാസൃഷ്ടികളും പ്രദർശനത്തിലുണ്ട്. ആഗോള കലാസൃഷ്ടികളുടെ പ്രദർശന വേദിയാവുകയാണ് കൊച്ചി. നോട്ട്സ് ഫ്രം അനദർ ഷോർ എന്നു പേരിട്ട പ്രദർശനത്തിൽ ഹാഷൽ അൽ ലംകിയുടെ സോളോ എക്സിബിഷനും ഉൾപ്പെടുന്നു. ഇന്തോ അറബ് സംസ്കാരത്തെ വരച്ചു കാട്ടുന്നതാണ് പ്രദർശനമെന്ന് റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷഫീന യൂസുഫ് അലി. ഞാൻ ആർട്ട് സ്പേസ് അബുദാബിയിൽ തുടങ്ങിയപ്പോൾ 9 മാസം മുമ്പ് ഞാൻ ഇവിടെ നിന്ന് 14 മലയാളി ആർട്ടിസ്റ്റാണ് കൊണ്ടുപോയത്. ആൻഡ് ദർ ഇസ് എ ബിഗ് റിലേഷൻ, ഒബ്വിയസ്ലി സോഷ്യലി എക്കണോമിക്കലി വലിയൊരു ബന്ധമുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം കേരള ഒബ്വിയസ്ലി UAE താമസിക്കുന്നുണ്ട്. സോ ഒരു റിവേഴ്സലും വേണമെന്ന് എനിക്ക് തോന്നി. അവിടുത്തെ ആർട്ടിസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു കൾച്ചറൽ ലാംഗ്വേജും കൂടി കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആർട്ട് ലാൻഡ്സ്കേപ്പിനെ പറ്റിയാണ്. ഇപ്പോൾ പിന്നിൽ കാണുന്ന ആർട്ടിസ്റ്റ് മാഞ്ഞു പോകുന്ന ലാൻഡ്സ്കേപ്സിനെ പറ്റിയാണ് അബുദാബിയിൽ. അടുത്തത് ഫ്ലക്സിനെ പറ്റിയാണ്. ദാറ്റ് ഇസ് എല്ലാം മാറുന്നു, കാലം മാറുന്നു, ലോകം മാറുന്നു. ആ മാറ്റത്തിനെ പറ്റിയാണ് അടുത്ത വരുന്ന എക്സിബിഷൻ. സോ എല്ലാ എക്സിബിഷനും ഒരു ഡിഫറെൻറ്റ് ഐഡിയാസാണ്. അന്താരാഷ്ട്ര കലാസൃഷ്ടികളുടെ പ്രദർശനത്തിനൊപ്പം കേരളത്തിലെയും UAEയിലെയും കലാകാരന്മാരുടെ മികച്ച സൃഷ്ടികളും എക്സിബിഷനിലുണ്ട്. ആദ്യമായാണ് റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഇന്ത്യയിൽ പ്രദർശനം നടത്തുന്നത്. ലോകത്തെ മുൻനിര ചിത്രകാരന്മാർ എക്സിബിഷനിലെത്തും. ഇവരുമായി കൂടിക്കാഴ്ച നടത്താനും അവസരമുണ്ട്. ഓഗസ്റ്റ് 18-ന് പ്രദർശനം സമാപിക്കും. റിപ്പോർട്ടർ, കൊച്ചി.